വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. രാവിലെ തന്നെ ഒരു ദുരന്ത വാർത്തയാണ് നൽകാനുള്ളത്. ആദ്യമായി എറണാകുളം മലയാറ്റൂരിൽ പാറമടയിലെ സ്ഫോടനത്തിൽ 2 പേർ മരിച്ചു. തമിഴ്നാട് സ്വദേശി പെരിയണ്ണൻ, ചാമരാജ് നഗർ സ്വദേശി നാഗ എന്നിവരാണ് മരിച്ചത്. പാറമടയിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനം. പുലർച്ചെ 3:30 സ്ഫോടനമുണ്ടായത്. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഇവർ അതിഥി തൊഴിലാളികളാണ്, അവിടെ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു എന്ന് മനസ്സിലാകുന്നു. സ്ഫോടനത്തിന് കാരണം എന്താണ്? രഞ്ജിത്ത്, എങ്ങനെയാണ് സ്ഫോടനം സംഭവിച്ചതെന്നെ സംബന്ധിച്ച് ഇപ്പോഴും അന്വേഷണം നടത്തി വരികയാണ്. ഇവർ അതിഥി തൊഴിലാളികളായിരുന്നു. 12 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ പുറത്തു നിന്ന് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അതിനുശേഷം അവിടെ താമസിക്കുകയായിരുന്നു. സ്ഥിരം അവിടെ ഒരു താമസിക്കുന്ന ഒരു സ്ഥലമല്ല, ഒരു വീടല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അവര് തീവ്ര ഉപയോഗിച്ചപ്പോൾ അതിൽ നിന്ന് പടർന്നാവാം ഈ സ്ഫോടക വസ്തുക്കളിലേക്ക് പടർന്ന് വലിയൊരു ബ്ലാസ്റ്റ് ആയതാവാം എന്നൊരു കണക്കൂട്ടിലാണ് ഇപ്പോൾ പോലീസ്. ഇപ്പോൾ ഷഗിൻ കണ്ടത്തിൽ, മലയാറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷഗിൻ, എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടോ? കാരണം ഇവിടെ കോറിയോടനുബന്ധിച്ച് ജോലിക്കാർ താമസിക്കുന്ന ഒരു ക്വാറന്റൈൻ, അന്യ സംസ്ഥാനക്കാരായ 2 തൊഴിലാളികൾ താമസിച്ചിരുന്ന ഒരു വീടാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനം പുലർച്ചെ 3:20 സ്ഫോടനത്തിന് ശേഷം 2 പേരുടെയും മൃതദേഹം നമുക്ക് ഇവിടെ ലഭിച്ചു. ഒരാളുടെ മൃതദേഹം പകുതി ആണ് നമുക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും സ്ഫോടന കാരണം അതിൻ്റെ ഉള്ളിലെ പാറമടയുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റിങ്ങിന് ഉപയോഗിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളിലെ ഇവരിൽ നിന്ന് തന്നെ തീ പടർന്നതാകാം എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ പ്രദേശം 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പൂർണ്ണമായും നശിച്ച സ്ഥിതിയിലാണ്. ഒന്നും ബാക്കിയില്ല. ചുറ്റുവട്ടത്തുള്ള മരങ്ങളൊക്കെ കടപഴകി മരങ്ങളും മറിഞ്ഞിട്ടുണ്ട്. വലിയ സ്ഫോടന ശബ്ദമായിരുന്നോ? വലിയ സ്ഫോടന ശബ്ദമായിരുന്നു. കിലോമീറ്ററുകൾ അകലെ കേൾക്കുന്ന രീതിയിൽ വലിയ സ്ഫോടന ശബ്ദമായിരുന്നു. ഈ 2 പേർ മാത്രമേ ഉള്ളായിരുന്നോ ഈ കെട്ടിടത്തില്? അതെ, 2 പേർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഈ പണി നടക്കുന്ന, ഈ പാറമടയുടെ പണി നടക്കുന്ന പ്രദേശമാണോ, സ്ഥലമാണോ? അതെ, അതിനോട് അടുത്താണ്. ചുറ്റുവട്ടത്ത് കൂടുതൽ ആളുകളൊന്നും താമസിക്കാൻ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അതായത് ഈ പാറ പൊട്ടിക്കാനായി ഉപയോഗിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളായിരുന്നു അല്ലേ? അതെ. ഇതിന്റെ ഉടമയുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ തൊഴിലാളികളുടെ ഇനി മറ്റുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? തൊഴിലാളികളുടെ ഈ ഒരു ബോഡി അങ്കമാലി ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞു. രണ്ടാമത് ലഭിച്ച ബോഡി ഇവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട പോലീസ്, SP, DOSP തുടങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥരും, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ അതിന്റെ മഹസർ തയ്യാറാക്കി അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് ബോഡി മാറ്റുന്നതാണ്. ശരി. ഷഗിൻ കണ്ടത്തിൽ, മലയാറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അദ്ദേഹമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഷിജോ വി ജോൺ ചേരുന്നു. ഷിജോ, ഈ ഷഗിൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാൻ ഷിജോയുടെ കയ്യിൽ മറ്റു വിവരങ്ങൾ എന്തുണ്ട്? ഷഗിൻ പറഞ്ഞതുപോലെ തന്നെ ഈ അപകടം ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജീവനക്കാരിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ തൊഴിലാളിയിൽ നിന്ന് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട ഏരിയ ആണ്, അതായത് ഇല്ലിത്തോടുന്ന പ്രദേശമാണ്. ഈ സമീപ പ്രദേശങ്ങളിൽ ഒന്നും മറ്റ് അടുത്ത വീടുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനത്തിൽ ഈ കൂടുതൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റ് വീടുകൾക്കൊന്നും കേടുപാട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു വലിയ പാറമടയാണ് എങ്കിൽ പോലും ഏകദേശം ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. ആ വീട് പൂർണ്ണമായും തകരണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടാവണമെന്നുണ്ട്. പക്ഷെ ഒരു പാറമട അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു പരിധിയുണ്ട്. അതായത് ഇത്ര കിലോ മാത്രമാണ് അവിടെ ഈ സ്ഫോടക വസ്തുക്കൾ സംഭരിക്കാവൂ എന്നുള്ളൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്ര ഒരു വലിയ വീട് പൂർണ്ണമായും തകരണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒരു പക്ഷേ സ്ഫോടക വസ്തുക്കൾ അവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഉള്ളത്. അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് പോയതെന്നൊരു കണക്കൂട്ടൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് അവിടെ എത്തിയിട്ടുണ്ടോ, ഫോഴ്സ് ഉണ്ട്, മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. അവരെല്ലാ കാര്യങ്ങളും കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പാറമടയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവർക്ക് തൊഴിലാളികൾ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം മാത്രമല്ല, പക്ഷെ ഒരു ക്വാറന്റൈൻ കേന്ദ്രമാണ്. 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയാൻ ഇപ്പോഴും സാധിക്കുന്നത്. ശരി, സിജോ വി ജോൺ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്കിനി മഴ. സംസ്ഥാനത്ത് നമുക്കറിയാം 2-3 ദിവസമായി കനത്ത ശക്തമായ മഴ പെയ്യുകയാണ്. ഇന്ന് 10 സ്ഥലങ്ങളിൽ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. 10 ജില്ലകളിൽ ശക്തമായ മഴ ഇന്നും തുടരുമെന്നാണ് സൂചന. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഈ ജില്ലകളിൽ 204 മില്ലിമീറ്റർ വരെ മഴ പെയ്യും ലഭിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം ഒഴികെ മറ്റ് 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സാധാരണ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടാണ്.
ശക്തമായ കാറ്റും മഴയും ഇടുക്കിയിലും തുടരും. മഴ ഇടുക്കിയിൽ ഇപ്പോൾ പുലർച്ചെയും മഴ ശക്തമായി തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കും. സന്ദീപ്, ഇടുക്കിയിൽ ഇന്നലെ മുതൽ തന്നെ ശക്തമായ മഴയായിരുന്നു. ഇന്നും സമാനമായ സാഹചര്യമാണോ? തീർച്ചയായിട്ടും ശക്തമായ മഴ തന്നെ ഇടുക്കിയിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച രാത്രിയിലടക്കം മഴ നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അല്പം പോലും തോർന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. രാജാക്കാട് മേഖലയിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ 2 ദിവസമായി ഒട്ടും തോരാതെ മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. പ്രധാന പുഴകളിലെയും ആറുകളിലെയും അടക്കം നീരൊഴുക്ക് ശക്തമായി വർദ്ധിച്ചു. ഇപ്പോൾ 4 അണക്കെട്ടുകൾ, ചെറിയ അണക്കെട്ടുകൾ ഇടുക്കി ജില്ലയിൽ തുറന്നിരിക്കുകയാണ്. കുണ്ടള, കല്ലാറുകുട്ടി, പൊന്മുടി, ഹെഡ് വർക്ക്സ് തുടങ്ങിയ ഡാമുകളാണ് ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുന്നത്. കുണ്ടള അണക്കെട്ട് തുറന്നിരിക്കുന്ന വെള്ളം ഒഴുകിയെത്തുന്നത് മാട്ടുപ്പെട്ടിയിലേക്കാണ്. മാട്ടുപ്പെട്ടിയിലും പ്രദേശത്ത് മഴ ശക്തമായി തുടരുന്നത് കൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ മാട്ടുപ്പെട്ടിയും അണക്കെട്ട് തുറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇടുക്കി അണക്കെട്ടിൽ ഇപ്പോൾ 80% അധികമായി വെള്ളം എത്തിക്കഴിഞ്ഞു. മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ജാഗ്രതയോടെയാണ് ഇടുക്കി ജില്ല മുമ്പോട്ട് പോകുന്നത്. മറ്റ് അപകടങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് സജ്ജമാകുന്ന തരത്തിലേക്ക് ഇടുക്കി ജില്ല മുൻകരുതൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു. മൂന്നാറിൽ NDRFന്റെ പ്രത്യേക സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജില്ലയിലും ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം നൽകി കഴിഞ്ഞു. മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർ എല്ലാ തഹസിൽദാർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 താലൂക്കുകളിലും അതുപോലെ കളക്ടറേറ്റിലുമായി ഇപ്പോൾ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനവും ജില്ലയിൽ നടക്കുന്നുണ്ട്. എന്നാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത വലിയ രീതിയിൽ മഴ തുടരുന്നത് കൊണ്ട് തന്നെ നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സന്ദീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അൺലോക്ക് 4ാം ഘട്ടത്തിൽ കൂടുതൽ ഇളവുകൾ ഇന്നു മുതൽ. പൊതുപരിപാടികളിൽ 100 പേർക്ക് വരെ പങ്കെടുക്കാം. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ രേഖാമൂലമുള്ള സമ്മതത്തോടെ സ്കൂളുകളിലെത്താം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അൺലോക്ക് 4 മാർഗരേഖ പ്രകാരം ഇന്നു മുതൽ രാജ്യത്ത് കൂടുതൽ ഇളവുകൾ. പരമാവധി 100 പേരുമായി പൊതുചടങ്ങുകൾ നടത്താം. കായിക, വിനോദ, സാംസ്കാരിക, മത, രാഷ്ട്രീയ ചടങ്ങുകൾക്കാണ് നിയന്ത്രണങ്ങളോടെ അനുമതി. വിവാഹ ചടങ്ങിന് 50ഉം സംസ്കാര ചടങ്ങിന് 20ഉം പേർക്കായിരുന്നു ഇതുവരെ അനുമതി. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തുള്ള സ്കൂളുകളിലെ 9 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താവിന്റെ രേഖാമൂലമുള്ള സമ്മതപ്രകാരം സ്കൂളിലെത്താം. പരമാവധി 50% അധ്യാപകർക്കും അനധ്യാപകർക്കും ഓൺലൈൻ അധ്യാപനം, ടെലി കൗൺസിലിംഗ് തുടങ്ങിയവയ്ക്കായി സ്കൂളുകളിലെത്താം. ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത ഹ്രസ്വകാല പരിശീലന കേന്ദ്രങ്ങൾക്ക് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇന്നു മുതൽ പ്രവർത്തിച്ചു തുടങ്ങാം. ഈ മാസം 7 മുതൽ മെട്രോ സർവീസ് പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഒക്ടോബർ മുതലുള്ള പുതിയ മാർഗനിർദ്ദേശം കേന്ദ്രം ഉടൻ പുറത്തിറക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അൺലോക്ക് 4ാം ഘട്ടത്തിലെ ഇളവുകൾ പൂർണ്ണമായും സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല. കണ്ടെയ്ൻമെന്റ് സോണിലൊഴികെ കടകൾ രാത്രി 10 മണി വരെ തുറക്കാൻ അനുവദിക്കണമെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ. വിവാഹമടക്കം പൊതുചടങ്ങുകളും പരിപാടികളും യോഗങ്ങളും 100 പേരെ പങ്കെടുപ്പിച്ച് നടത്താൻ അനുമതിയുണ്ട്. സ്കൂളുകളിൽ 9 മുതൽ 12ാം ക്ലാസുകൾ വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിലെത്തി സംശയങ്ങൾ തീർക്കാമെന്ന് കേന്ദ്ര നിർദ്ദേശമുണ്ട്. എന്നാൽ കേരളത്തിൽ അത് ഉടൻ നടപ്പിലാക്കില്ല. ബാറുകളിൽ മദ്യം വിളമ്പാനുള്ള അനുവാദവും സംസ്ഥാനം നൽകില്ല. ഇളവുകളിൽ വ്യക്തത വരുത്തി സർക്കാർ ഉത്തരവ് ഉടൻ ഇറക്കും. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,12,00,000 കടന്നു. 9,64,000-ത്തിലധികം പേരാണ് ഇതുവരെ മരിച്ചത്. അമേരിക്കയിൽ രോഗബാധിതർ 70 ലക്ഷവും മരണം 2,04,000-ഉം പിന്നിട്ടു. ഇതോടെ പ്രതിദിന കോവിഡ് പരിശോധനകളുടെ എണ്ണം അമേരിക്ക 10 ലക്ഷമാക്കി ഉയർത്തി. അതിനിടെ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും 2ാം ഘട്ട വ്യാപനത്തിന്റെ പിടിയിലായി. ബ്രിട്ടനിൽ സ്ഥിതി കൂടുതൽ മോശമാകുമെന്നും ജാഗ്രത പുലർത്തണമെന്നും ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. കാർഷിക ബിൽ പാസാക്കാനായി രാജ്യസഭാ ഉപാധ്യക്ഷൻ ഏകപക്ഷീയമായി പെരുമാറി എന്ന പ്രതിപക്ഷ ആരോപണത്തിൽ രാജ്യസഭ ഇന്ന് പ്രക്ഷുബ്ധമാകും. ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശബ്ദ വോട്ടോടെ ബില്ലുകൾ പാസാക്കിയതിന് എതിരെയാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും മൈക്ക് തട്ടിമാറ്റുകയും ചെയ്ത അംഗങ്ങൾക്ക് എതിരെ ഇന്ന് നടപടി സ്വീകരിക്കും. പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബില്ലിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. പഞ്ചാബിൽ കർഷകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. ഹരിയാനയിൽ ദേശീയപാത ഉപരോധിച്ചാണ് കർഷകരുടെ പ്രതിഷേധം. ഹരിയാനയിൽ ഭരണകക്ഷിയായ JJPയുടെ 2 MLAമാർ സമരത്തിൽ പങ്കെടുത്തു. രാജസ്ഥാനിൽ അംഗീകൃത ചന്തകളുടെ ഏജന്റുമാർ ഇന്ന് പണിമുടക്കും. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രാക്ടർ റാലി തുടരുകയാണ്.
കിഴക്കൻ ലഡാക്കിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് സൈനിക തലത്തിലുള്ള ഇന്ത്യ ചൈന കോർ കമാൻഡർ തല ചർച്ച ഇന്ന് ചുഷൂലിലെ മോൾഡയിൽ രാവിലെ ചർച്ച തുടങ്ങും. മോസ്കോയിൽ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ധാരണയായ 5 പരിപാടി നടപ്പാക്കുന്നതാണ് പ്രധാന അജണ്ട. സൈന്യങ്ങൾ സ്ഥിരം പോസ്റ്റുകളിലേക്ക് മാറുന്ന കാര്യം ചർച്ച ചെയ്യും. വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി നവീൻ ശ്രീവാസ്തവയും ഇന്ത്യൻ സംഘത്തിലുണ്ടാകും. മഹാരാഷ്ട്രയിലെ താനെയിൽ ദിവാണ്ടിക്ക് സമീപം 3 നില കെട്ടിടം തകർന്ന് 5 മരണം, 20ഓളം പേരെ രക്ഷപ്പെടുത്തി. ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെയാണ് സംഭവമുണ്ടായത്. തീവ്ര നിലപാടുള്ള സംഘടനകളുമായി ലീഗ് ഒരു കാലത്തും ബന്ധമുണ്ടാക്കിയിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി പിന്തുണ നൽകി, എന്നാൽ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ നയം ഉടൻ വ്യക്തമാക്കുമെന്നും രാഷ്ട്രീയ സഖ്യമുണ്ടാക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. SCPI അതുപോലെ തന്നെ തീവ്ര ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞ് കുറേ പേരുകൾ അങ്ങ് പറഞ്ഞു. അവരായിട്ടൊന്നും ഞങ്ങൾ ഒരു കാലത്ത് ഒരു ബന്ധം ഉണ്ടാക്കില്ല. വെൽഫെയർ പാർട്ടി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ തന്നിരുന്നു. പക്ഷേ രാഷ്ട്രീയ സഖ്യമൊന്നും ഞങ്ങൾ UDF പുറത്ത് ആരുമായിട്ടും ഉണ്ടാക്കില്ല. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ അത് സംബന്ധിച്ചൊരു നയം പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ സഖ്യം ആരോടുമില്ല, UDF മാത്രം. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച ഇന്ന്. യാക്കോബായ സഭാ പ്രതിനിധികളുമായി രാവിലെയും ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളുമായി ഉച്ചയ്ക്ക് ശേഷവുമാണ് ചർച്ച. മണർക്കാട് ഉൾപ്പെടെയുള്ള പള്ളികൾ വിട്ടുകൊടുക്കാനാകില്ല എന്ന നിലപാടിൽ യാക്കോബായ സഭയും സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ ഓർത്തഡോക്സ് സഭയും ഉറച്ചു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിന് തലവേദനയായി സഭാ തർക്കം മാറുന്ന സാഹചര്യത്തിലാണ് ചർച്ച. മന്ത്രിസഭാ ഉപസമിതിയുടെ സമവായ ശ്രമങ്ങളിലൂടെയും നിയമനിർമ്മാണം വഴിയും സർക്കാർ നടത്തിയ നീക്കങ്ങൾ ഫലം കണ്ടിരുന്നില്ല. ഇതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇരു വിഭാഗങ്ങളുമായും ചർച്ച നടത്തുന്നത്. യാക്കോബായ സഭയ്ക്ക് വൈകാരിക ബന്ധമുള്ള മണർക്കാട് പള്ളിയും കോതമംഗലം പള്ളിയും വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നാണ് സഭാ നിലപാട്. എന്നാൽ സുപ്രീം കോടതി വിധി വേഗം നടപ്പാക്കിയേ തീരൂ എന്ന ഓർത്തഡോക്സ് സഭയുടെ നിലപാട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നു. മൃതദേഹം സംസ്കരിക്കാൻ അവകാശം നൽകുന്ന നിയമനിർമ്മാണം കൊണ്ടുവന്ന സർക്കാർ നടപടിയും ഓർത്തഡോക്സ് സഭയുടെ എതിർപ്പിന് ഇടയാക്കിയിരുന്നു. ഇനി ചർച്ചകൾ ആവശ്യമില്ലെന്നും കോടതി വിധി നടപ്പാക്കുകയാണ് വേണ്ടതെന്നുമാണ് ഓർത്തഡോക്സ് സഭാ നേതൃത്വം സ്വീകരിച്ച നിലപാട്. എന്നാൽ ഇത്തവണ ഓർത്തഡോക്സ് സഭ ചർച്ചകൾക്ക് തയ്യാറായത് പ്രതീക്ഷയോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇരു വിഭാഗങ്ങളെയും പിണക്കാതെയുള്ള സമവായം എന്ന വലിയ വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിലുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. ദിനം ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയുടെ അനാച്ഛാദനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കും. മ്യൂസിയത്തിന് സമീപം സാംസ്കാരിക വകുപ്പിന് കീഴിൽ ജല അതോറിറ്റിയുടെ 20 സെന്റ് ഭൂമിയിലാണ് 39 ലക്ഷം രൂപ മുടക്കി പ്രതിമ സ്ഥാപിച്ചത്. ഗ്രാനൈറ്റ് പാകിയ 10 അടി ഉയരമുള്ള പീഠത്തിലാണ് ഗുരുവിന്റെ സമാധി മാതൃകയിലുള്ള പ്രതിമ. അതേസമയം മണ്ഡപമില്ലാതെ പ്രതിമ സ്ഥാപിക്കുന്നതിനെതിരെ BDJS അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ പ്രതിഷേധത്തിൽ കഴമ്പില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകിയത് 1 ലക്ഷം മാത്രമെന്നത് വ്യാജ പ്രചാരണം. 1 ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 4 ലക്ഷം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിച്ചെന്ന ഉത്തരവുകളിൽ വ്യക്തമാണ്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രം ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം. പെട്ടിമുടി ദുരന്തത്തിലെ ദുരിതാശ്വാസ തുക സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ വിവാദങ്ങൾ ഉയർന്നതാണ്. എന്നാൽ പ്രഖ്യാപിച്ച 5 ലക്ഷത്തിൽ 1 ലക്ഷം മാത്രമാണ് സർക്കാർ അനുവദിച്ചതെന്ന പുതിയ പ്രചാരണത്തിൽ കാര്യമില്ലെന്നാണ് രേഖകൾ തെളിയിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുമാണ് അനുവദിച്ചിട്ടുള്ളത്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 ലക്ഷം രൂപ അനുവദിച്ചതിന്റെ ഉത്തരവിന്റെ പകർപ്പ് പ്രചരിപ്പിച്ചാണ് ഇപ്പോഴത്തെ തെറ്റായ പ്രചരണങ്ങൾ. 4 ലക്ഷം രൂപ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് കൊടുക്കുവാനായി തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള ഗവൺമെന്റ് ഉത്തരവുകളെല്ലാം ഇറക്കിയിട്ടുണ്ട്. എന്നാൽ 1 ലക്ഷം രൂപ മാത്രമാണ് ഇവർക്ക് ധനസഹായമായി നൽകുക എന്ന് കാണിച്ച് ഒരു വ്യാജ പ്രചരണം നമ്മുടെ തൊഴിലാളികൾക്കിടയിൽ അതുപോലെ നാട്ടുകാർക്കിടയിൽ നടക്കുന്നുണ്ട്. ഇത് ചില കുബുദ്ധികളുടെ ദുഷ്പ്രചാരണം മാത്രമാണ്. നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ജില്ലാ കളക്ടർക്ക് അയച്ചിട്ടുണ്ട്. കളക്ടർ ഇത് നേരിട്ട് വിതരണം നടത്തും.
ഇതോടൊപ്പം പെട്ടിമുടി ദുരന്തത്തിൽ ബാക്കിയായവരുടെ പുനരധിവാസം വേഗത്തിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിനായി തൊഴിലാളികൾക്ക് കുറ്റിയാർവാലിയിൽ ഭൂമി അനുവദിക്കുകയും ചെയ്തു. 3 മാസത്തിനുള്ളിൽ ഇവിടെ വീടുകൾ നിർമ്മിച്ച തൊഴിലാളികൾക്ക് കൈമാറും. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം നിലമ്പൂർ വനത്തിലൂടെ അല്പം സാഹസികമായി ഒന്ന് യാത്ര ചെയ്താലോ? താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അതിന് അവസരമുണ്ട്. നിലമ്പൂർ കനോലി പ്ലോട്ടിലേക്ക് ഒരു ഓഫ് റോഡ് സഞ്ചാരം. ലോകത്തെ ആദ്യ മനുഷ്യനിർമ്മിത തേക്ക് തോട്ടമാണ് നിലമ്പൂരിലെ കനോലി പ്ലോട്ട്. നിലമ്പൂരിൽ ഏറ്റവും അധികം സഞ്ചാരികൾ വന്നിരുന്ന ഇടം കൂടിയാണ് വനം വകുപ്പിന്റെ കീഴിലുള്ള ഈ തോട്ടം. ചാലിയാറിന്റെ കുറുകെ ഉണ്ടായിരുന്ന തൂക്കുപാലം പ്രളയത്തിൽ തകർന്നതോടെ കനോലി പ്ലോട്ട് ഒറ്റപ്പെട്ടു. തുടർന്നാണ് ഇവിടേക്കെത്താൻ പുതിയ സാധ്യതകൾ വനം വകുപ്പ് ആലോചിച്ചത്. കാട്ടുപാതയിലൂടെ ജീപ്പിൽ സഞ്ചാരികളെ കൊണ്ടുവരാം. ഒരു ഓഫ് റോഡ് സവാരിയുമാകും. സഞ്ചാരികളുടെ മുഖ്യ ആകർഷണമാണ് ഈ തൂക്കുപാലം. ഈ തൂക്കുപാലം ഭാഗികമായിട്ട് അന്ന് തകർന്നു. 2020 അത് പൂർണ്ണമായിട്ടും തകർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നമുക്ക് വനവകുപ്പിൻ്റെ ഇത്രത്തോളം ഈ വരുമാന ഇനത്തിൽ ഒരു നഷ്ടം സംഭവിച്ചത്. അത് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്ന് ചിന്തിച്ച അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തു, ഒരു സഞ്ചാരികളെ എത്തിക്കാൻ ബദൽ സംവിധാനം നൽകാണ് ജീപ്പ് സഫാരിയിലൂടെ നമ്മൾ ഈ മാസം 1-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ളത്. കനോലി പ്ലോട്ടിനടുത്തുള്ള പ്രധാന പാതയ്ക്ക് സമീപം വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ നിന്നാണ് ജീപ്പ് പുറപ്പെടുക. ഒരാൾക്ക് 200 രൂപ. ചന്തക്കുന്ന് വഴി ചാലിയാർ കടന്ന് അകമ്പാടത്തിലൂടെ കാട്ടിലേക്ക്. നിലമ്പൂർ കാടിനുള്ളിലെ ഈ പാതയിലൂടെ യാത്ര ചെയ്യാൻ പൊതുജനങ്ങൾക്ക് അവസരം ലഭിക്കുന്നത് ഇത് ആദ്യം. റിസർവ് വനത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. റിസർവ് വനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ആനയുടെ ഹാബിറ്റാറ്റാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആനയും പുള്ളിമാനെയും മലാനെയും അതേപോലെയുള്ള വന്യജീവികളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ മനോഹരമായ വനങ്ങളിലൂടെയും തേക്കുതോട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അകമ്പാടം കഴിഞ്ഞ് കുറച്ചു ദൂരം പോയാൽ പിന്നെ ജീപ്പിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന വഴിയാണ്. ഒരു വശത്ത് കാടും മറുവശത്ത് റബ്ബർ മരങ്ങളും. അതെല്ലാം പിന്നിട്ട് കാടിനുള്ളിലേക്ക്. നിലമ്പൂർ വനമേഖലയിലൂടെ ഇതുപോലെ സഞ്ചരിക്കാൻ കഴിയുന്നത് ആദ്യമായിട്ടാണ്. മഴക്കാലത്ത് അതീവ ദുഷ്കരമാണ് ഇതിലൂടെ സഞ്ചരിക്കുക എന്നത്. മഴ കാട്ടുവഴിയെ മുഴുവൻ ചേറ്റുവഴിയാക്കിയിരിക്കുന്നു. പണ്ട് സായിപ്പുമാർ തേക്ക് തടി കൊണ്ടുപോകാൻ നിർമ്മിച്ച വഴിയാണിത്. ഇത് ചെന്നെത്തുക കനോലി പ്ലോട്ടിൽ. തേക്ക് മരങ്ങളിലൂടെ ഇറ്റുവീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം, ചീവീടുകളുടെ പശ്ചാത്തല സംഗീതം. ഓഫ് റോഡിനൊപ്പം കനോലി പ്ലോട്ടിലേക്കുള്ള യാത്രയെ ആസ്വാദികരമാക്കുന്നത് ഇങ്ങനെ പല ഘടകങ്ങളാണ്. 1846 ഈ തോട്ടം ഒരുക്കിയത്. ഇന്ന് 115 തേക്ക് മരങ്ങൾ ഇവിടെയുണ്ട്. മനുഷ്യർ നട്ടുവളർത്തിയ തേക്ക് മരങ്ങളിൽ ലോകത്തിൽ ഏറ്റവും വലിയത് ഇവിടെയാണ്. 49.2 മീറ്ററാണ് ഈ തേക്ക് ഭീമന്റെ ഉയരം. നൂറ്റാണ്ട് പിന്നിട്ട മരങ്ങൾ വേറെയുമുണ്ട്. നിറഞ്ഞൊഴുകുന്ന ചാലിയാർ, മഴയും മരവും ഒന്നാകുന്ന കുളിരു പെയ്യുന്ന സംഗീതം, കൂട്ടിന് അസംഖ്യം ചെറുജീവികളുടെ താരാട്ട്. ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന തേക്കുകൾ കടന്നുപോയ കാലത്തിന്റെ കഥകൾ പറയും. തിരിച്ചു പോകാൻ മനസ്സ് വരില്ല ഇവിടെ എത്തുന്നവർക്ക്. പ്രതിസന്ധികളെ അവസരമാക്കുകയാണ് ഇവിടെ വനം വകുപ്പ്. മേഖലയിലെ ടൂറിസത്തിന് ഇത് വലിയ ഉണർവ് നൽകിയേക്കും.
അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇനി കായിക വാർത്തകൾ. ഈ സീസൺ